ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്, ജീവൻ്റെ ചെപ്പുകൾ. ജീവൻ്റെ ചെപ്പുകൾ എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ കോശങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്, സസ്യകോശവും ജന്തുകോശവും. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിൽ ഏറ്റവും ചെറിയ ജീവി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ജീവികളെ തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഉറുമ്പ് വരെ എഴുതിയിട്ടുണ്ട്. അതിനും ചെറിയ ജീവികളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മൾ 5th തന്നെ നമ്മളൊരു ചാപ്റ്ററിൽ ജന്തുവിശേഷങ്ങൾ എന്നുള്ളൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സൂക്ഷ്മജീവികൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഈ ജീവികളാണ് സൂക്ഷ്മജീവികൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൂക്ഷ്മജീവികൾ ആക്ച്വലി ഉറുമ്പുകളേക്കാൾ ചെറിയ ജീവികളാണ്. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളാണ് ഉറുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാം അല്ലേ. നമ്മൾ ലെൻസ് കൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഹാൻഡ് ലെൻസ് വെച്ച് നോക്കിയാൽ കുറച്ചും കൂടെ വലുതായിട്ട് കാണാമെന്ന് മാത്രം. അപ്പോൾ ഈ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ മൈക്രോസ്കോപ്പ് കൂടെയാണ് നമ്മൾ നോക്കുന്നത്. മൈക്രോസ്കോപ്പ് എൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇനി സിമ്പിൾ മൈക്രോസ്കോപ്പ് വേറെ ഉണ്ട്. ജസ്റ്റ് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളെ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളെ നോക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മൈക്രോസ്കോപ്പിൽ എങ്ങനെ നമ്മൾ നിരീക്ഷിക്കാം. അതിന് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിന് സ്ലൈഡ്, കവർ ഗ്ലാസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിമെൻ ശേഖരിച്ചിട്ട് ആ സ്പെസിമെൻ ആ സ്ലൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അമീബ ആണെങ്കിലും പാരമീസിയം ആണെങ്കിലും യുഗ്ലീന ആണെങ്കിലും ഇതൊക്കെ ജലത്തിൽ ജീവിക്കുന്ന ഏകകോശ ജീവികളാണ്. അതായത് ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ഈ അമീബ, പാരമീസിയം, യുഗ്ലീന ഇതൊക്കെ ഏകകോശ ജീവികളാണ്. അപ്പം നമ്മൾ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളെയാണ് നമ്മൾ കോശം എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളാണ് കോശങ്ങൾ. അതിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അമീബ, പാരമീസിയം, യുഗ്ലീന ഇത് മൂന്നും ഏകകോശ ജീവികളാണ്. അവയ്ക്ക് ഒരു കോശം മാത്രമേ ഉള്ളൂ. ഇനി ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ഉദാഹരണം ജന്തുക്കളും സസ്യങ്ങളും ബഹുകോശ ജീവികളാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത് കോശം ഒബ്സർവ് ചെയ്യണതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കോളത്തിൽ. അപ്പോൾ ആ കോളം നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ഇനി നമ്മൾ കവിളിലെ സെല്ലുകൾ എങ്ങനെ ശേഖരിക്കുന്നത് എന്നൊക്കെയാണ്. കവിളിലെ കോശങ്ങൾ നമ്മൾ കവർ സ്ലിപ്പ് വെച്ചിട്ട് ഉരച്ചെടുത്തിട്ടൊക്കെയാണ് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും നമുക്ക് PSCക്ക് അങ്ങനെ ചോദിക്കില്ല. ബ്ലഡ് സെൽ ഒബ്സർവ് ചെയ്യുന്നതുണ്ട്. പിന്നെ കോശങ്ങൾ വിവിധ തരത്തിലുണ്ട്, അതായത് വിവിധ ഷേപ്പുകളിലുണ്ട് കോശങ്ങൾ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പേശികോശം, നാഡീകോശം, അതായത് നമ്മുടെ നെർവ്സ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന കോശമാണ് നാഡീകോശം. തലച്ചോറ്, അതായത് തലച്ചോറല്ല, ബ്രെയിനിലേക്ക് പോകുന്ന നെർവുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ് നാഡീകോശം കൊണ്ട്. അപ്പോൾ ഓരോ ഷേപ്പിലുള്ള കോശങ്ങളുണ്ട്. റൗണ്ട് മാത്രമല്ല, നീളത്തിലുള്ള കോശങ്ങളുണ്ട്, സ്പിൻഡിൽ ഷേപ്പിലുള്ള കോശങ്ങളുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കോശങ്ങളുണ്ട്. ഇനി നമുക്ക് കോശത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ജന്തുകോശത്തിൻ്റെ പിക്ചറാണ്. അപ്പോൾ കോശത്തിൻ്റെ പുറത്ത് കാണപ്പെടുന്നതാണ് കോശസ്തരം എന്ന് പറയുന്നത്. അതായത് കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. ഇനി കോശത്തിൻ്റെ കേന്ദ്രഭാഗത്തിനെയാണ് മർമ്മം എന്ന് പറയുക. നമ്മൾ ന്യൂക്ലിയസ് എന്നൊക്കെ പറയില്ലേ, അതാണ് മർമ്മം എന്ന് പറയുന്നത്. ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മർമ്മത്തിന് ചുറ്റും കാണുന്ന നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രാവക പദാർത്ഥത്തിനെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത്. ഒരു സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസ്, അതാണ് കോശദ്രവ്യം. അപ്പോൾ കോശസ്തരം എന്ന് പറയുന്നത് അതിൻ്റെ ആവരണം, അതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് കേന്ദ്രഭാഗമാണ് മർമ്മം. അതേപോലെ അതിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക പദാർത്ഥമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്.
അതിന് മർമ്മം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, കോശദ്രവ്യം, സൈറ്റോപ്ലാസം, പിന്നെ കോശസ്തരം, സെൽ മെംബ്രെയിനാണ്. പിന്നെ അതിൽ വാക്യൂൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫാനം എന്നാണ് പറയുക. ആ ചെറിയ ചെറിയ വൈറ്റ് കളറ് റൗണ്ടിൽ കാണുന്നതാണ് ഫാനം. അപ്പോൾ ഇനി നമ്മൾ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഒന്ന് ജന്തുകോശം, ഒന്ന് സസ്യകോശം. സസ്യകോശത്തിന് ഈ കോശസ്തരത്തിൻ്റെ പുറമേ ഒരു ഭിത്തിയും കൂടിയുണ്ട്. അതാണ് കോശഭിത്തി. അത് ജന്തുകോശത്തിന് കോശഭിത്തി ഇല്ല, സസ്യകോശത്തിന് കോശഭിത്തി ഉണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ സസ്യകോശത്തിലെ ഫാനം വലുതായിരിക്കും, വെള്ള കളറിൽ ലാർജ് ഫാനമായിരിക്കും. സസ്യകോശത്തിൽ, ജന്തുകോശത്തിൽ ചെറിയ ഫാനമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ ഹരിതകം പ്രസൻ്റ് ആയിരിക്കും സസ്യകോശത്തിൽ, ക്ലോറോപ്ലാസ്റ്റ്. അത് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണല്ലോ, അത് പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹരിതകം പ്രസൻ്റ് ആണ് സസ്യകോശത്തിൽ, ജന്തുകോശത്തിൽ ഹരിതകം ഇല്ല. അപ്പം 3 ഡിഫറൻസ് മനസ്സിലായല്ലോ. കോശഭിത്തി സസ്യകോശത്തിലുണ്ട്, അതേപോലെ സസ്യകോശത്തിൽ വലിയ ഫാനമുണ്ട്, അതേപോലെ സസ്യകോശത്തിൽ ഹരിതകം ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ലെസണാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് കടക്കാം. അടുത്ത ലെസൺ എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ പൊരുൾ. മാറ്റത്തിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെസണിൽ മെയിനായിട്ടും നമ്മൾ ഊർജ്ജ സ്രോതസ്സുകൾ, അതേപോലെ വൈദ്യുതി, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തെല്ലാം പ്രവൃത്തികളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനാവുക? അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ട്രാക്ടർ, മോട്ടോർ പമ്പ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് എനർജി, അതായത് എന്ത് എനർജി സോഴ്സാണ് നമ്മളവിടെ, ഊർജ്ജ രൂപം എന്താണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് ഇന്ധനങ്ങളിൽ നിന്നാണ് ഊർജ്ജം ലഭിക്കുന്നത് അല്ലേ. ഇപ്പോൾ തുണി ഉണക്കുകയാണെങ്കിൽ നമുക്ക് സൂര്യനിൽ നിന്നാണ് അവിടെ നിന്ന് ഊർജ്ജം ലഭിക്കുന്നത്. ബൾബുകൾ പ്രകാശിക്കുകയാണെങ്കിൽ നമുക്കവിടെ വൈദ്യുതിയാണ് അല്ലേ. ഉച്ചഭാഷിണിയാണെങ്കിലും അവിടെ നമുക്ക് വൈദ്യുതി ഉണ്ടാവും, അത് ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഊർജ്ജം കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് വേസിലാണ് നമുക്ക് ഓരോന്നിനും ഊർജ്ജം ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോരോ സാധനങ്ങളും, ഇപ്പോൾ ടോർച്ച് പ്രകാശിക്കുന്നു, ഉണ്ടാവുന്ന ഊർജ്ജ രൂപം. ടോർച്ച് പ്രകാശിക്കുമ്പോൾ എന്ത് ഊർജ്ജ രൂപം അവിടെ ഉണ്ടാവുന്നത്? അവിടെ ഊർജ്ജ രൂപം ലൈറ്റാണ് അല്ലേ ഉണ്ടാവുന്നത്. അതായത് ടോർച്ച് പ്രകാശിക്കുമ്പോൾ അവിടെ ലൈറ്റ്, പ്രകാശോർജ്ജമാണ് അവിടെ ഉണ്ടാവുന്നത്. അതായത് രാസോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുകയാണ്. നമ്മളെ ബാറ്ററിയിലുള്ള രാസോർജ്ജം അത് പ്രകാശോർജ്ജമായിട്ട് മാറുകയാണ്. മനസ്സിലായല്ലോ. അതേപോലെ മെഴുകുതിരി കത്തുമ്പോഴും അവിടെ പ്രകാശോർജ്ജമാണ് ഉണ്ടാവുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുമ്പോഴും അവിടെ പ്രകാശോർജ്ജം ഉണ്ടാവും. അതും രാസോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുകയാണ്. പടക്കം പൊട്ടുമ്പോൾ അവിടെ ശബ്ദോർജ്ജം കൂടെ ഉണ്ടാവുന്നുണ്ട്. പ്രകാശോർജ്ജം ഉണ്ടാവുന്നുണ്ട്, ശബ്ദോർജ്ജം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ കോളത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജങ്ങൾ. താപോർജ്ജം, പ്രകാശോർജ്ജം, അതേപോലെ ശബ്ദോർജ്ജം ഉണ്ടാവാം അല്ലേ. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഊർജ്ജം യാന്ത്രികോർജ്ജം, ശബ്ദോർജ്ജം. അങ്ങനെ നിങ്ങൾ ഇതിലത്തെ ഓരോന്നും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജങ്ങൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയാണ്? ശബ്ദോർജ്ജം ഉണ്ടാവും, യാന്ത്രികോർജ്ജം ഉണ്ടാവും. അതേപോലെ ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോഴും ശബ്ദോർജ്ജം ഉണ്ടാവും, യാന്ത്രികോർജ്ജം ഉണ്ടാവും. അപ്പോൾ ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും ഓരോ ഊർജ്ജം മറ്റൊരു ഊർജ്ജമായിട്ട് മാറുന്നുണ്ട്. അതായത് ഒരു ഊർജ്ജം അതിൻ്റെ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്.
ഇനി ഇവിടെ യാന്ത്രികോർജ്ജത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിന് അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അതായത് ചലിക്കുന്ന ആ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. രാസോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രാസപദാർത്ഥങ്ങളിൽ നിന്ന് വരുന്നതാണ് രാസോർജ്ജം. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ബാറ്ററി എന്നൊക്കെ വരുന്നതാണ് രാസോർജ്ജം എന്ന് പറയുന്നത്. ഇനി ഇവിടെ സൂര്യനിൽ ലഭിക്കുന്നത് ഫോസിൽ ഇന്ധനത്തിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൽക്കരി, LPG, പെട്രോള്, ഡീസൽ ഇതൊക്കെ നമുക്കവിടെ എഴുതാം. ഇനി എത്ര മാറ്റങ്ങൾ ഇതും നമ്മൾ ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജമായിട്ട് മാറും. വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? മോട്ടോർ പ്രവർത്തിക്കുമ്പോഴും അവിടെ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറും. തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ എന്താണ് അവിടെ ആവുന്നത്? അവിടെ രാസോർജ്ജമാണ്, ഒരു കെമിക്കലാണ് അവിടെ. ആ കെമിക്കൽ താപോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മിക്സി പ്രവർത്തിക്കുമ്പോഴും അവിടെ വൈദ്യുതോർജ്ജമാണ് മാറുന്നത്. യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ബാറ്ററി ആണെങ്കിൽ രാസോർജ്ജമാണ്. ഇനി കറണ്ടിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അത് വൈദ്യുതോർജ്ജമാണ്. ശബ്ദോർജ്ജവും താപോർജ്ജവും ഒക്കെ ആയിട്ട് മാറുന്നത്. നിങ്ങളതിൻ്റെ രാസമാറ്റം ഏത് ഉപകരണമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എഴുതാം. ഇതൊക്കെ അതുപോലെ ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാനുള്ളത് 2 തരം മാറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് രാസമാറ്റവും ഭൗതിക മാറ്റവും. രാസമാറ്റം അവസ്ഥാമാറ്റം വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാവുന്നു. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജം പുറത്തുവിട്ട വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. അതായത് ഉദാഹരണം നമ്മൾ ഐസ് വെള്ളാവുന്നതും വെള്ളം തിരിച്ച് ഐസാവുന്നതും അത് ഒരു അവസ്ഥാ മാറ്റമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐസ് കട്ട താപം സ്വീകരിച്ച് വെള്ളമായിട്ട് മാറും. എന്നിട്ട് വീണ്ടും താപം സ്വീകരിക്കുമ്പോൾ അത് നീരാവിയായിട്ട് മാറും. നീരാവി താപം പുറത്തു വിടുമ്പോൾ എഗെയിൻ അത് വെള്ളമായിട്ട് മാറും. ആ വെള്ളം താപം പുറത്തു വിട്ടാൽ വീണ്ടും ഐസ് കട്ടയായിട്ട് മാറും. ഇതാണ് അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ വെള്ളം ജലത്തിന് ഓക്യുപ്പൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? 2 തരം ചേഞ്ചസ് ഉണ്ട്. ഇവിടെ കുറേ ചേഞ്ചസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമ്മൾ ഭൗതിക മാറ്റം എന്താണ്? അതായത് അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ മാത്രം വരുന്ന മാറ്റങ്ങളാണ്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളാണ്. അതായത് റിവേഴ്സിബിൾ ചേഞ്ചസ് ആണ് ഭൗതിക മാറ്റം. അതായത് താൽക്കാലികമായിട്ടുള്ള മാറ്റം. സ്ഥിരമായ മാറ്റമാണ് രാസമാറ്റം. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഭൗതിക മാറ്റമാണെങ്കിൽ നമ്മൾ ഐസ് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. നമുക്കത് തിരിച്ച് ഐസാക്കിയിട്ട് കൊണ്ടുവരാം. രാസമാറ്റം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കത്തിക്കുകയോ പാചകം ചെയ്യുന്നതും അതൊക്കെ രാസമാറ്റമാണ്. നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റമാണ് രാസമാറ്റം. അപ്പോൾ ഇവിടെ മാഗ്നീഷ്യൻ റിബൺ കത്തിക്കുന്നത് ഇതൊക്കെ രാസമാറ്റമാണ്. നമുക്ക് ആ റിബണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതേപോലെ ഒരു പേപ്പർ നമ്മൾ കത്തിക്കുകയാണ്, അതും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ LPG കത്തുകയാണ്, LPG നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതായത് സ്ഥിരമായ മാറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് രാസമാറ്റം എന്ന് പറയുന്നത്. അരിമാവ് പുളിക്കുന്നത്, പാല് തൈരാവുന്നത് ഇതൊക്കെ രാസമാറ്റമാണ്. ഭൗതിക മാറ്റം ജലം തിളപ്പിക്കുന്നു, ജലം ഐസാകുന്നു, ഫ്രിഡ്ജിൽ വെച്ച പാല് കട്ടിയാവും, മെഴുകുതിരി കത്തിക്കുമ്പോൾ മെഴുക് ഉരുകും. നമുക്ക് വീണ്ടും ആ മെഴുകെടുത്തിട്ട് വീണ്ടും കത്തിക്കാം അല്ലേ, തിരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കത്തിക്കാം. അപ്പോൾ ഇതൊക്കെ ഭൗതിക മാറ്റങ്ങളാണ്. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങളും സ്ഥിരമായ